ഹലോ മക്കളെ ഗെയ്സുകളെ, എന്താണ് എല്ലാവരും വർത്താനം? സുഖമല്ല എല്ലാവർക്കും? പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 10-12 കൊല്ലമായിക്കണം. ആ കൊല്ലമായി അതിൽ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടില്ല. ഇനിയിപ്പോൾ 2 ആഴ്ചയായിട്ട് ഞാനതിൽ 1-2 ആഴ്ചയായിട്ടാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായാലോ ക്ലിക്കായാലോ ഒക്കെ രക്ഷപ്പെടാലോ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ ഇങ്ങനെ വണ്ടി പോകുന്ന ആളായതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളും നല്ല നല്ല കാര്യങ്ങളും അടിപൊളി കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ തുടങ്ങി അപ്പോൾ എൻ്റെ ഫോണിൽ 2 ഗൂഗിൾ അക്കൗണ്ട് കണ്ടതുകൊണ്ട് ഒരു ഗൂഗിൾ അക്കൗണ്ട് ഒഴിവാക്കാൻ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഗൂഗിൾ അക്കൗണ്ട് കയറിയിട്ട് ഡിലീറ്റാക്കി. ഒരു അക്കൗണ്ട് ഡിലീറ്റാക്കി. അക്കൗണ്ട് ഡിലീറ്റാക്കിയോടുകൂടി എൻ്റെ മൊത്തം ഗൂഗിളിലെ എല്ലാ സംഗതികളും പോയി. ഏത് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എല്ലാം ഗുദാഹവ. കജ്ജും കാലും പിടിച്ചിട്ട് ആകെ എല്ലാവരും ഒരുപാട് ആൾക്കാരെ വാട്സപ്പിൽ 1000 സംതിങ് കോണ്ടാക്റ്റ് ഉണ്ട് എനിക്ക്. എല്ലാവർക്കും പേഴ്സണലായിട്ടും പ്രൊഫഷണലായിട്ടും മറ്റേ ഒരുവിധം. പിന്നെ ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം, പിന്നെ ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നും വേണ്ട എല്ലാ കിണ്ടിയും വെള്ളത്തിലും ഞാൻ ഇട്ടിക്കണ എൻ്റെ ലിങ്ക്. എങ്ങനെയെങ്കിലും 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും ആവട്ടെ വിചാരിച്ചിട്ട്. അവസാനം എങ്ങനെ ഉണ്ട്, ഒരു 10-60 വീഡിയോ, ഓരോ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ 1.5 GB 2 GB നെറ്റും തീരും. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ചെയ്ത് എല്ലാം മുമ്പിൽ ആ അതോടുകൂടി ഞാൻ ചെയ്ത വീഡിയോസും പോയി, ഞാൻ ചെയ്ത അക്കൗണ്ടും പോയി, എല്ലാം പോയി. ഞാൻ എങ്ങനെ തിരിച്ചിട്ട് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, റിക്കവർ ചെയ്തെടുത്തു. ഏത് എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് റിക്കവർ ചെയ്തെടുത്തപ്പോൾ അത് വേറൊരുത്തൻ്റെ ഫോണിലേക്ക് ഇമെയിലൊക്കെ അയച്ചിട്ട് റിക്കവർ ചെയ്ത് സംഗതി കിട്ടി. പക്ഷേ ആ യൂട്യൂബില്ല. ബാക്കിയിലൊക്കെ അതേ പഴയമാതിരി കിട്ടി. യൂട്യൂബിൽ എൻ്റെ എല്ലാം പോയി, പഴയതൊക്കെ പോയി. അപ്പോൾ എന്താ വെച്ചാൽ പുതിയൊരു ചാനലായിട്ട് പുതിയ ചാനലിപ്പോൾ തുടങ്ങിയതാണ്. പഴയതൊരു 400 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. ഒരു 4-5 ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാണത്. അന്ന് നമ്മൾ 12 കൊല്ലം മുമ്പ് തുടങ്ങിയെങ്കിലും അതിൽ വീഡിയോസും കാര്യങ്ങളും തുടർച്ചയായിട്ട് ഇടലും നമുക്ക് യൂട്യൂബിനെ കുറിച്ച് അറിയുന്നില്ല. അത് അങ്ങനെ ഇപ്പോഴും അറിയുന്നില്ല. അങ്ങനെ എന്തായാലും ഇപ്പം എന്താക്കി, ഞാൻ പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് കാണുന്നോലും ആരൊക്കെ കാണുമോ എങ്ങനെ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ കാണുന്നോലും കേൾക്കണോലും ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണൊക്കെ ഒന്ന് അമർത്തി സഹായിച്ച് വീണ്ടും എന്താ പറയുക, പ്രത്യുൽപാദന ശക്തിയോടെ ഞാൻ തിരിച്ചു വരും. തളരൂല. ഏതായാലും ഞാൻ വെച്ച കാലം മുന്നോട്ട് തന്നെ എങ്ങനെയായാലും വേണ്ടില്ല, പണ്ടാറടങ്ങാം. ഇത് ഞാൻ യൂട്യൂബ് സെറ്റാക്കി വൈറലാക്കും. നിങ്ങളൊക്കെ സപ്പോർട്ട് നമുക്ക് വേണം. എല്ലാവരും കാണണമല്ലോ. ഇനിയിപ്പോൾ എനിക്ക് ഒറ്റ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. ഇനി ഇതാരൊക്കെ കാണുമോ എങ്ങനെ ഒന്നും അറിയില്ല. ഏതായാലും കാണണമല്ലോ കേൾക്കണമല്ലൊക്കെ ഉണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ച് എല്ലാം എങ്ങനെയൊക്കെയാണോ ഇത് 4 ആളടിക്ക് എത്തിക്കാൻ കഴിയും അതൊക്കെ ഒന്ന് ചെയ്ത് സഹായിച്ചു തരും എല്ലാവരും കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ അവസ്ഥ ചീയച്ചാലേ ചാഞ്ചലേ മൂഞ്ചലാണ്. ഓക്കെ, അപ്പോൾ ആ മൂഞ്ചലൊന്ന് മാറ്റിയിട്ട് എങ്ങനെയെങ്കിലും 1000 സബ്സ്ക്രൈബേഴ്സ്. അതാണ് എൻ്റെ സ്വപ്നം. ഗാന്ധിജി കണ്ട സ്വപ്നം, ചാച്ച നെഹ്റു കണ്ട സ്വപ്നം, അതേമാതിരി ഞാൻ കണ്ട സ്വപ്നം, എല്ലാവരും കണ്ട സ്വപ്നം. ദയവ് ചെയ്ത് സഹകരിക്കുവിൻ, സഹായിക്കുവിൻ എല്ലാവരോടും പ്ലീസ്.